ചെമ്പനിപ്പൂ സീരിയലിന് ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇന്നലത്തെ രവി കേൾക്കാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. രേവതി സച്ചിയുടെ കാർ ഷെഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. രേവതിയെ കണ്ട ഉടനെ തന്നെ സച്ചിയുടെ പുതിയ കാർ ഓടിക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് ഇതാ മുതലാളി വന്നല്ലോ എന്നുള്ള കാര്യം. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് രേവതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. രേവതിക്ക് അരികിലേക്ക് ചെന്ന ഉടനെ തന്നെ ഞാൻ കാറിന്റെ ഡ്യൂ ഒക്കെ ഓൾറെഡി സച്ചിയുടെ കയ്യിൽ കൊടുത്തല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, മഹേഷേട്ടന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണേ. ഞാനും രേവതി വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്. സച്ചി പറഞ്ഞു കാണും എന്റെ അച്ഛന്റെ 60ാം പിറന്നാളാണ്, അതിനു വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും രേവതിയും വരണമെന്ന് പറയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. എനിക്ക് മഹേഷേട്ടന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട്. രേവതി സച്ചി പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവന് ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറയണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് മഹേഷേട്ടനോടാണ് സംസാരിക്കാനുള്ളത്. രേവതി നിൽക്കും, ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് പോകുമ്പോഴേക്കും അതൊന്നും വേണ്ട മഹേഷേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറ, എന്താണ് കാര്യം? മഹേഷേട്ടന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുന്നത് സച്ചേട്ടന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല, മഹേഷേട്ടൻ എന്നെ അനിയത്തിയെ പോലെയാണല്ലോ കാണുന്നത്, ആ ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത്. രേവതി എന്താണെങ്കിലും കാര്യം പറഞ്ഞോളൂ. നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്ന പരിപാടിക്ക് സച്ചേട്ടൻ പണം തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. ഞാൻ തന്നെ ആരുടെ ചോദിക്കേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചിയാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് പണം തരാന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് മഹേഷേട്ടാ, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അത് നല്ലപോലെ നടക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ സച്ചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛന്റെ ഏട്ടന്റെ വീട്ടില് അത് വലിയ ഫംഗ്ഷനായിട്ട് നടന്നു, അതിനേക്കാൾ നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്. ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളായിട്ട് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് മഹേഷിന് കാര്യം എന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. മഹേഷേട്ടാ, നിങ്ങളായാലും ശരി അതുപോലെ സച്ചേട്ടനാണെങ്കിലും ശരി ദിവസം മുഴുവൻ കാർ ഓടിക്കുന്നുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. വലിയ AC റൂമിൽ ഇരുന്നുകൊണ്ടല്ലോ നമ്മൾ ജോലിയും ചെയ്യുന്നത്. ദിവസവും നമ്മൾ വെയിലത്ത് അലഞ്ഞു നടക്കുവാണ്. ഞാനും ഓരോരോ ദിവസം ഓരോരോ വീടുകൾ കയറിയിട്ടാണ് പോക്കൊടുക്കുന്നത്. നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പണത്തിന്റെ മൂല്യം എന്താന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഓരോരോ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ പണം എടുക്കുമ്പോൾ ആലോചിച്ചും കണ്ടിട്ടും വേണം ചെയ്യാൻ. കാരണം നമ്മളെ പോലെ അടിത്തട്ടിലുള്ള ആൾക്കാര് സമ്പാദിച്ച് ചെറുതായി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു കുരുവിക്കൂട് പോലെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന പണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്ത് കളയാൻ വേണ്ടി പാടില്ലല്ലോ. രേവതി, ഞാൻ ചോദിച്ചിട്ടല്ല, സച്ചിയാണ് എനിക്ക് പണം തരാന്നുള്ള കാര്യം പറഞ്ഞത്. സച്ചേട്ടൻ പണം തരാ എന്നുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഒരിക്കലും തെറ്റായിട്ടൊന്നും പറയുന്നില്ല. അത്യാവശ്യത്തിനും ആഡംബരത്തിനും വേണ്ടിയിട്ട് പണം നൽകുന്നത് രണ്ടും വ്യത്യാസമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളുടെ അച്ഛന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കണം നല്ല രീതിയിൽ തന്നെ, അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് വീട്ടില് അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി ചേർന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആഘോഷിച്ചാൽ പോരെ. പിൻകാലത്ത് നമ്മളെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അന്ന് വലിയ കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തിയാൽ പോരെ. ഇപ്പോ നിങ്ങള് ഇത്രയും പണം മേടിച്ചിട്ട് നിങ്ങൾ ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നാളെ അത് സച്ചേട്ടന് തിരിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അത് വലിയൊരു കടമാവില്ലേ നിങ്ങൾക്ക്? സച്ചേട്ടൻ മുന്നും പിന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാനൊരിക്കലും നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഒരു അനിയത്തിയെ പോലെ കാര്യങ്ങൾ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ എന്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് ഫംഗ്ഷൻ വലിയ രീതിയിൽ നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടാവുകയും അവരുടെ കയ്യിൽ ഒരു 10 രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല. പിന്നീട് അവർ കടം മേടിക്കുകയും അതിന്റെ പലിശ ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നാളെ നമ്മൾ തന്നെയല്ലേ കടത്തിലാവാൻ വേണ്ടി പോകുന്നത്. ഞാനായാലും മഹേഷേട്ടനാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ നിന്നല്ലേ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 രൂപ കടം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതിനെക്കുറിച്ചൊന്നും സച്ചേട്ടൻ അത്ര ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇത്രയും പണമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷെ അത്രയും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മാസങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. സച്ചേട്ടനാണെങ്കിൽ സ്വന്തം ഭാവിയെ കുറിച്ചിട്ടൊന്നും ഒട്ടും ചിന്തിക്കില്ല. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് രേവതി. ഞാൻ ഇത് ചെയ്യണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ എടുത്ത് പറയുന്ന സമയത്ത് നമ്മളും അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. ഞാൻ അനിയത്തിയെ പോലെ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത പക്ഷം തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ല രേവതി, നീ അതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ മഹേഷേട്ടാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. മഹേഷ് അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവര് പറയുന്നുണ്ട് ഓൾറെഡി സച്ചിക്കും അതുപോലെ രേവതിക്കും ഇടയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ഒരിക്കലും രേവതി വരും എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് കാർത്തിക പറയുന്നുണ്ട്. ഇത് കേട്ട മഹേഷ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും രേവതി ഇവിടെ വന്ന കാര്യം സച്ചി അറിയണ്ട എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഷോറൂമിലാണ്. ശ്രുതി 1 ലക്ഷം രൂപ കവറിലിട്ടിട്ട് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ ഫ്രണ്ടിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് ശ്രുതി ബാഗിൽ വെക്കുകയാണ്. അപ്പോഴും ശ്രുതി പറയുന്നത് നിന്റെ
ഫ്രണ്ടിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അയച്ചു കൊടുക്കുമായിരുന്നു എന്ന്. ക്യാഷ് ആയിട്ടാണ് ശ്രുതി അവർക്ക് പണം ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാണ്ടിരുന്നത്. ശരി, ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രുതി ഒരു കാര്യം ചെയ്യൂ, ഒരു എഗ്രിമെന്റിനകത്ത് സൈൻ ചെയ്യൂ, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് താ. എന്തിനാണ് ശ്രുതി അതിന്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ, അതെ ശ്രുതി, നമ്മളെ കയ്യിൽ പണം കൊടുത്തതിന്റെ ഒരു പ്രൂഫ് വേണ്ടേ, ഇല്ലെങ്കിൽ ചിലപ്പോ കാശ് തിരികെ കിട്ടിയില്ലെങ്കിലോ അതൊക്കെ എന്റെ ഫ്രണ്ട് കൃത്യമായിട്ട് തരും പ്രിയ എന്ന് പറയാണേ. പ്രിയയോ? ഇന്നലെ നീ ബാനു അങ്ങനെ എന്തോ പേരാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, പ്രിയ എന്ന അവളുടെയും പേരാണ്, ഭാനുപ്രിയ, അതാണ് അവളുടെ ഫുൾ നെയിം. എങ്കിലും ശ്രുതി ഒരു പ്രൂഫ് വേണ്ടേ ആരാണെന്നുണ്ടെങ്കിലും. ശ്രുതി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഒരു പേപ്പറിനകത്ത് സൈൻ ചെയ്ത് മേടിച്ചു തരാം, അതുപോലെ എന്ന് ചോദിക്കുമ്പോ, അറിയാം ശ്രുതി നീ അതൊക്കെ വേണ്ട പോലെ ചെയ്യൂ എന്നുള്ള കാര്യം, പക്ഷെ ഒരു ചെറിയ റിമൈൻഡർ അത്രേ ഉള്ളൂ. ശ്രുതി എന്തായാലും ചെയ്തിരിക്കുന്നത് വലിയൊരു ഹെൽപ്പാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യില്ലേ ശ്രുതി എന്ന് ചോദിച്ചിട്ട് സോപ്പിടുന്നൊക്കെയുണ്ട്. അപ്പോഴാണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീരയെ കണ്ടോടെ തന്നെ ഇവൾക്ക് എന്താ ഓഫീസിലൊന്നും പോകാൻ വേണ്ടിയിട്ട് സമയം, എപ്പോ നോക്കി കഴിഞ്ഞാലും ചുറ്റി കറങ്ങുന്നുണ്ടല്ലോ. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്ന പറയാണ്. എന്നതിന് ശേഷം മീരയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ശ്രുതി. മീരയുടെ മുഖം കാണുന്ന സമയത്ത് ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്ത് പറ്റി മീര എന്ന് ചോദിക്കും. അത് ശരി തന്നെയാണല്ലോ, എപ്പോ നോക്കി കഴിഞ്ഞാലും കോമഡി ആക്കുന്നത് പോലെയാണല്ലോ അവളുടെ മുഖം പിടിക്കുക, ഇപ്പൊ എന്താ വേറൊരു രീതിയിൽ, അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രുതി വീണ്ടും ചോദിക്കുമ്പോൾ, ശ്രുതി നീ ഒന്ന് അങ്ങോട്ട് വരുമെന്ന് പറയാണേ. അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മീര ഭയങ്കര കരച്ചിലാണ്. എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നാട്ടിൽ നിന്ന് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്, ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വയറുവേദന വരാറുണ്ട്, ഇപ്പൊ പെട്ടെന്ന് തന്നെ സർജറി വേണമെന്നുള്ള കാര്യം പറഞ്ഞത്, അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ്, അതിന് 75,000 രൂപ വേണമെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ എന്താ പണത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. നിന്റെ കയ്യിൽ സേവിങ്സ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, ലോണും കാര്യങ്ങളൊക്കെ കെട്ടി എന്റെ കയ്യിലുണ്ടായിരുന്ന പണം ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീര. ശ്രുതി, നിന്റെ കയ്യിൽ ഒരു 75,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഞാൻ ഉടനെ തന്നെ തിരികെ തരാന്ന് പറയാണേ. അയ്യോ മീരെ, ഇപ്പോ എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ പാർലറിലേക്ക് ചില സാധനങ്ങളൊക്കെ മേടിച്ചു, അതോട് കൂടിയിട്ട് എന്റെ കയ്യിലുള്ളെല്ലാം തീർന്നു, എന്റെ സേവിങ്സിലാണെങ്കിൽ ഒന്നുമില്ല, എനിക്ക് വേറെ ആരടുത്താണ് ചോദിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഭയം തോന്നുന്നുണ്ടെടി എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഭയങ്കര കരച്ചിലാണ്. ഇവര് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. മീരെ, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ എന്റെ കയ്യിൽ പണമില്ല, വേറെ എവിടെയെങ്കിലും ചോദിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞിട്ട്, ശ്രുതി ഒരു മിനിറ്റ് നിൽക്കുക, അവള് കരഞ്ഞോണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അരികിലേക്ക് വിളിച്ചിട്ട് എന്തിനാണ് മീര കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, അവൾക്ക് അവളുടെ അമ്മയല്ലാതെ വേറെ ആരുമില്ല, എമർജൻസിക്ക് ചോദിച്ചപ്പോൾ എന്റെ കയ്യിലാണെങ്കിൽ കൊടുക്കാനും പണമില്ല, നിന്റെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപയില്ലേ, അത് ഓൾറെഡി ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതല്ലേ, അവൾ കാത്തിരിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ ശ്രുതി ഞാൻ അവൾക്ക് പണം കൊടുക്കാന്ന് പറയാണേ. ശ്രുതി എന്താ ഈ പറയുന്നത്, ഓപ്പറേഷന് വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്, അവളാണെങ്കിൽ നിനക്ക് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തു തന്നിട്ടില്ലേ, നമ്മുടെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പണം ഉണ്ടല്ലോ, നമുക്ക് എടുത്തു കൊടുക്കാം, നമുക്ക് ഒരുപാട് ചെലവില്ലേ, ഇപ്പോ ശ്രുതി എനിക്ക് വേണ്ടിയിട്ട് 1,00,000 രൂപ തരികയും ചെയ്തില്ലേ, അത് സാരമില്ല, ഓപ്പറേഷൻ എന്തായാലും നടത്താതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, ഞാൻ എന്തായാലും പണം കൊടുക്കാം, അതിന് 3% പലിശയും മേടിക്കാം, നിന്റെ ഒരുപാട് നാളത്തെ ഫ്രണ്ട് അല്ലേ, അവൾക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയും നമുക്ക് പലിശയും കിട്ടുമല്ലോ, സോ അതുകൊണ്ട് ഞാൻ അവൾക്ക് പണം കൊടുക്കാന്ന് പറയണം. അത് കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ ശരി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മീരയെ അരികിലേക്ക് വിളിക്കുവാണ്. മീരെ, നിനക്ക് ഞാൻ പണം തരാം, സത്യമായിട്ടാണോ ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, നീ ശ്രുതിയുടെ ഫ്രണ്ട് അല്ലേ, നിനക്ക് പണം തന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്, നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നീ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ നിനക്ക് പണം അയക്കാം. ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് തന്നെ മീര അയച്ചു കൊടുക്കുന്നുണ്ട്. ശ്രുതി, ഞാൻ അയച്ചിട്ടുണ്ട്, ഈ ഹെൽപ്പ് എന്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല, മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശരി, നീ മീര ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി മീരയുടെ കൂടെ പോവാണ്. പുറത്തിറങ്ങിയിട്ട് മീരയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കെന്തോ ഭയം തോന്നുന്നുണ്ട് എന്ന്. ഭയപ്പെടണ്ട, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലടി, എന്തായാലും നീ ശരിയായ സമയത്ത് തന്നെ പണം തന്നല്ലോ, താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മീരയുടെ കരച്ചിലൊക്കെ അങ്ങ് മാറിയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങ് ചിരിക്കുവാണ്. രണ്ടുപേരും കൂടി ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനുള്ള ഐഡിയ ആയിരുന്നു അത്. മീര, നീ പറയുന്നത് കേട്ടപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചു സത്യമാണോ എന്നുള്ള കാര്യം. എന്തായിരുന്നു നിന്റെ അഭിനയം, കണ്ണൊക്കെ ശരിക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയല്ലേടി വരുവുള്ളൂ, എനിക്ക് മറ്റൊരു നടിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, അതാരാന്ന് ചോദിക്കുമ്പോ നീ തന്നെ, നീ ശരിക്കും വല്ലാത്തൊരാള് തന്നെയാണ് കേട്ടോ, എന്ത് സംസാരിക്കണം, എപ്പോ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നീയല്ലേ എനിക്ക് അയച്ചു തന്നത്. ഞാൻ എക്സാമിന് പോലും ഇത്രയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടു ഇന്നലെ രാത്രി. എന്തായാലും മീരെ, നീ ഇമോഷനൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ശ്രുതി. ഇന്നലെ ഉണ്ടല്ലോ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല ശ്രുതി, കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ഓൾറെഡി ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1,00,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നീ
ഇത് നീ എങ്ങനെ ഒപ്പിച്ചു എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ അതിന് ഞാനൊരു ഡ്രാമ ഇളക്കി. അല്ലെങ്കിലും നീ എനിക്ക് പറഞ്ഞെന്നോളാണല്ലോ, അപ്പോ നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒരു വിധത്തിൽ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് പലിശയ്ക്ക് പൈസ മേടിച്ചതുപോലെയായി. എന്തൊക്കെയാണെങ്കിലും ശ്രുതി പാവമാണ് കേട്ടോ. അവനൊരു പൊട്ടനാന്നുള്ള കാര്യം നീ പറ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? മുന്നും പിന്നെ ചിന്തിക്കാതെയല്ലേ അവൻ പണം എടുത്തു തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിൽ മീരെ, നിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം കേട്ടപ്പോഴല്ലേ അവൻ പണം തരാന്നുള്ള കാര്യം പറഞ്ഞത്. അവൻ നല്ലവൻ തന്നെയാണ്, പക്ഷെ അവനെ പറ്റിക്കുന്നതാണ് എനിക്ക് കഷ്ടം പോലെ തോന്നുന്നത്. എടി, നീ ഇപ്പോഴേ ഇത്ര ഇമോഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നീ വയസ്സാവുന്നത് വരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പോവല്ലേ. അപ്പോ ഫീൽ ചെയ്യാം. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറ്റിക്കുന്നവളാണെന്നോ? അത് കേൾക്കുമ്പോ മീരൊരു നോട്ടം നോക്കുന്നുണ്ട്. അല്ല, ഇത് ഞാൻ പറ്റിച്ച് മേടിച്ചതാണ് എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും അവനെ പറ്റിക്കത്തൊന്നുമില്ല. ഒരു ദിവസം എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. ആ ദിവസം എന്നാണെന്നുള്ള കാര്യം നീ എന്തായാലും എന്റെ അടുത്തൊന്ന് മുന്നേ പറഞ്ഞേക്കണേ. കാരണം എനിക്ക് ഈ നാട് വിട്ട് പോവാനാണ്. എടി, നീ കളിക്കല്ലേടി. ഈ 1,00,000 രൂപ ഉണ്ടല്ലോ, ആ ഹൗസ് ഓണർക്ക് കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുക്ക്. പിന്നെ നിനക്ക് ശ്രുതി അയച്ചു തന്നിരിക്കുന്ന 75,000 രൂപ കൊണ്ട് ആദിയുടെ സ്കൂളിന്റെ അഡ്വാൻസ് അടച്ചേക്ക്. എല്ലാം ശരിയാണെടി. ആദ്യം എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം നിന്റെ കൂടെ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമല്ലോ. പക്ഷെ ഒരു കാര്യം, അവര് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളും നിനക്ക് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ശ്രുതി, ഇന്ന് ഈ ഒരു കള്ളം പറഞ്ഞിട്ട് തന്നെ എന്റെ നാക്ക് കുഴഞ്ഞു പോയി. പക്ഷെ ദിവസവും ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. യു ആർ റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് മീര. തുടർന്ന് കാണിക്കുന്നത് വീണ്ടും ഷട്ടിലാണ് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു വാഗ്വാദം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം എന്നിൽ നിന്ന് നേരത്തെ മറച്ചു വെച്ചെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണ്ടെന്ന് പറഞ്ഞതാണ് എന്നുള്ള കാര്യം പറയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ സച്ചിയുടെ അടുത്ത് പണം വേണ്ട എന്നുള്ള കാര്യം പറയും. പിന്നെ എങ്ങനെയാണ് നിന്റെ അച്ഛന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്? നമുക്കൊക്കെ വെറുതെ ആഗ്രഹിക്കുക എന്നല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും നടത്താൻ വേണ്ടി പറ്റില്ല. ഫംഗ്ഷൻ തന്നെ വേണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ കാരണം ഒരിക്കലും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫംഗ്ഷൻ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എല്ലാവരും കൂടി അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുന്ന സമയത്ത് എന്താണ് എല്ലാവരും കൂടി തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്നത്? അതിന് എന്തെങ്കിലും ട്രിപ്പ് വന്നാലല്ലേ നമുക്ക് പോകാൻ വേണ്ടി പറ്റൂന്ന് ചോദിക്കുന്നുണ്ട്. ട്രിപ്പ് വരുന്നതും കാത്തിട്ട് ഇവിടെ തന്നെ നിന്നോ? നിങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുന്നതാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഇന്ന് വിശേഷപ്പെട്ട ദിവസമല്ലേ, അതുകൊണ്ട് പോയി നോക്ക്, എന്തായാലും നല്ല ട്രിപ്പൊക്കെ കിട്ടും. തുടർന്ന് മഹേഷ് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ, എടാ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയെന്ന് ചോദിക്കുകയാണെ. അത് എന്നൊക്കെ പറഞ്ഞ് മഹേഷ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലേ. നാളെയല്ലേ ഫംഗ്ഷൻ, എന്തായാലും ഒരുപാട് ചെലവൊക്കെ ഉണ്ടാകും. ഫുഡിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കടാ, ഇതാ 1,00,000 രൂപ എന്ന് പറഞ്ഞിട്ട് ആ പണം എടുത്തിട്ട് സച്ചി മഹേഷിന് നേരെ നീട്ടുവാണേ. എന്താ ലേറ്റ് ആയെന്നായിരിക്കുമല്ലേടാ നോക്കുന്നത്? ഒരുപാട് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നടാ, അതാണ് ലേറ്റ് ആയി പോയത്. ഇതാ പിടിക്കെന്ന് പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട്, വേണ്ട സച്ചി എന്നെ. വേണ്ടാന്നോ? എടാ നാളെ അല്ലേടാ ഫംഗ്ഷൻ. എടാ ഭക്ഷണത്തിനും അതുപോലെ തന്നെ പന്തലിനും സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നേരത്തെ പണം കൊടുത്താൽ മാത്രല്ലേ എല്ലാം കൃത്യസമയത്ത് എത്തുള്ളൂ. ഇതാടാ പണം, കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോ, വേണ്ട സച്ചി, ഈ പണം നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ. ഇതാണ് ഇവന് പറ്റിയത്. കാശില്ലാതെ നീ എങ്ങനെയാടാ ഫംഗ്ഷൻ നടത്താൻ വേണ്ടി പോകുന്നത്? ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചു. അതെന്താന്ന് സച്ചി ചോദിക്കുമ്പോ, വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ മഹേഷ് പറയുന്നത്. ഇപ്പൊ എന്താണ് വേണ്ടെന്നുള്ള കാര്യം പറയുന്നത്? അത് സച്ചി അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അവൻ നടത്തുന്നില്ല എന്ന്. പിന്നെന്താ, നിനക്ക് കാശ് മിച്ചായില്ലെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ കാശ് മിച്ചാവുന്നതാണോ? 60ാം പിറന്നാൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അത് ഇനി വീണ്ടും ഒരിക്കലും വരില്ല. അല്ല സച്ചി, ഞാൻ എന്തായാലും വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തുന്നില്ല. അമ്പലത്തിൽ വെച്ചിട്ട് ചെറിയ പൂജയും കാര്യങ്ങളും അതുപോലെ തന്നെ അടുത്ത കുടുംബക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എടാ, ഇതൊക്കെ ലൈഫിൽ ഒരു തവണയല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് വലിയ ആഘോഷമായിട്ട് തന്നെ നടത്തണ്ടേ? നിന്റെ വല്യച്ഛനെ ഈ ചടങ്ങുകളെല്ലാം ഭയങ്കര ആഘോഷമായിട്ട് നടത്തി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നീ തന്നെയല്ലേടാ പറഞ്ഞത്. എടാ, അവരൊക്കെ പണമുള്ളവരല്ലേ. എടാ, നിന്റെ കയ്യിലും പണമില്ലേ? ഇതാ ഇത്, നീ ഇത് പിടിക്കെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചു കൊടുക്കുമ്പോഴും വേണ്ട എന്നാണ് കേട്ടോ മഹേഷ് പറയുന്നത്. എടാ, നിനക്ക് എന്താടാ പറ്റിയെന്ന് മഹേഷിന്റെ അടുത്ത് സച്ചി ചോദിക്കുമ്പോ, നിനക്ക് സച്ചി ഒരുപാട് ചെലവുകളില്ലേ, റൂം കെട്ടാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, ആദ്യം ഈ പണം നീ കയ്യിൽ മേടിക്കുക. അതല്ലേടാ ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങ് പോവാണ്. പക്ഷെ പുറകെ തന്നെ സച്ചി ചെല്ലുന്നുണ്ട്. നീ എന്താടാ ഇപ്പൊ വേണ്ടാന്നുള്ള കാര്യം പറയുന്നത്? ഞാൻ പറഞ്ഞില്ലടാ വേണ്ട എന്ന്. മഹേഷെ കളിക്കല്ലേ, നീ മര്യാദയ്ക്ക് ഈ പണം മേടിച്ചിട്ട് നല്ല രീതിയിൽ ഫംഗ്ഷൻ നടത്ത്. മര്യാദയ്ക്ക് പണം പിടിക്കണ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണേ. എടാ, ഞാൻ പറഞ്ഞില്ലേടാ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചെലവ്, ഞാന് നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ അനാവശ്യമായിട്ടുള്ള ചെലവ്. നിന്റെ സംസാരം ശരിയല്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യം എന്താന്ന് വെച്ചാൽ പറയടാന്ന് പറയുമ്പോ, ഒന്നും സംഭവിച്ചിട്ടില്ലടാ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് സുഖമില്ല. ആ സമയത്ത് ഫംഗ്ഷനൊക്കെ എന്തിനാന്ന് ഞാനും വിചാരിച്ചു. നിനക്ക് ഒരുപാട് ചെലവുണ്ടല്ലോ, ഈ പണം നിന്റെ കൈ തന്നെ വെച്ചോ. നിന്റെ റൂം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു പറയുമ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് നീ റൂം കഴിയുമെന്നൊക്കെ പറയുന്നത്? അത് കഴിഞ്ഞ് മഹേഷ് പറയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കുകയാണെ, എന്താണ് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത്? എന്താ സംഭവിച്ചത്? എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. അപ്പൊ എന്തോ നടന്നിട്ടുണ്ട്, ആരാ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴും മഹേഷ് പറയുന്നുണ്ട്, സച്ചി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനല്ലേ പറഞ്ഞത് ഫംഗ്ഷൻ നടത്തുന്നില്ല എന്നുള്ള കാര്യം. എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, ഞാൻ
പോവാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പോകുമ്പോഴേക്കും മഹേഷ് ഡോർ തുറന്ന് ഉടനെ തന്നെ അടച്ചിട്ട്, എടാ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കില്ല, അതിന്റെ ഇടയ്ക്ക് നീ എങ്ങോട്ടാടാ പോകുന്നത്, നിനക്ക് എന്താടാ പറ്റിയത്, കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. ഇല്ല സച്ചി, ഒന്നുമില്ല, നീ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ജോലി ചെയ്യാൻ വേണ്ടി നോക്ക്, നീ എന്തോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട്, എന്താണെങ്കിലും നീ എന്റെ മുഖത്തേക്ക് നോക്കടാ എന്ന് പറയാണേ. എടാ എനിക്ക് ട്രിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴും സച്ചി ചോദിക്കുന്നത് ആരാണ് എന്താ പറഞ്ഞതെന്നാണ്. ആരും ഒന്നും പറഞ്ഞില്ല. എടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മഹേഷ് പോകുമ്പോഴേക്കും മഹേഷിനെ അങ്ങ് തടഞ്ഞു നിർത്തുവാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അത് ഞാൻ എന്റെ അച്ഛന്റെ അടുത്തും അതുപോലെ എന്റെ ഭാര്യയുടെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ കുറിച്ച് മുഴുവനായിട്ട് നിനക്കറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മനസാക്ഷിയെ പോലെയാണ് കാണുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ അടുത്ത് പറയാറുണ്ട്, പക്ഷെ നീ എന്നിൽ നിന്ന് മറിക്കുന്നു അല്ലേ. അപ്പോ അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അതല്ല സച്ചി, പിന്നെ എന്താണെന്നുണ്ടെങ്കിലും കാര്യം പറയടാ. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജന്മം ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല. എടാ മറ്റെന്ത് ബന്ധത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും നിനക്ക് എന്ത് വേണമെങ്കിലും മറയ്ക്കാം. ഒരു ജീവൻ പോകുന്നു വിചാരിച്ചിട്ട് വരെ കാര്യങ്ങൾ മറച്ചു വെക്കാം. പക്ഷെ ഒരിക്കലും ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു കാര്യവും മറയ്ക്കാൻ വേണ്ടി പാടില്ല. അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നിന്നെ അങ്ങനെയാണ് കാണുന്നത്, നീയും എന്നെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ സത്യം പറ. ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ നിന്റെ അടുത്ത് അവസാനമായിട്ട് സംസാരിക്കുന്നത്. നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരി, എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ അടുത്ത് പറയാം, പക്ഷെ നീ ദേഷ്യപ്പെടരുത്. അങ്ങനെ രേവതി വന്നിരുന്നു എന്നുള്ള കാര്യം പറയണേ. പക്ഷേ നമ്മുടെ സച്ചിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് അപ്പോഴേ തോന്നി ഇത് അവളുടെ പണിയാണെന്ന്. അവൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്തിനാണ് പണം മേടിക്കുന്നതെന്ന്. ഇല്ലടാ, അവൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, ന്യായമായിട്ടുള്ള കാര്യമാണ്. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമ്മളെല്ലാം ഡെയിലി അധ്വാനിക്കുന്നതാണല്ലോ, അത് നോക്കിയും കണ്ടിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെലവാക്കാൻ. എന്താടാ അവള് വന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പോയെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സച്ചി. എടാ നീ അവളടുത്ത് വെറുതെ ദേഷ്യപ്പെടണ്ട. അവള് പറഞ്ഞെന്ന് പറയുമ്പോ അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതൊക്കെ ഞാൻ പിന്നീട് നോക്കിക്കോളാം. അവള് പറഞ്ഞെന്ന് കരുതിയിട്ട് നീ പണം മേടിക്കാതിരിക്കോ. അവൾ ആരാടാ നമ്മൾക്കിടയിൽ കയറി വരാൻ വേണ്ടിയിട്ട്? അവള് ഇന്നലെ വന്നതാണ് എന്ന് കരുതിയിട്ട് അവള് പറയുന്നത് കേട്ട് നീ എന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാതിരിക്കോടാ. അവൾക്ക് എന്താണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ കാര്യം? നീ പണം പിടിക്കട്ടാ എന്ന് പറയുമ്പോ വേണ്ട സച്ചി എന്ന് പറയുന്നുണ്ട്. ഇത് നോക്ക് മഹേഷേ, എന്റെ ഏട്ടനേക്കാളും അനിയനേക്കാളും ഒരു പടി മുകളിലാണ് നിന്റെ സ്ഥാനം. നീ നിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, അതിൽ ഒരു തെറ്റും. പണം പിടിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും മഹേഷിന്റെ നേരെ പണം നീട്ടുന്നുണ്ട്. പക്ഷെ മഹേഷ് മേടിക്കുന്നില്ല. പണം മേടിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കാറിന്റെ അവിടെ പണം വെച്ചിട്ട്, ഈ പണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ടുപേരും ജീവിതാവസാനം വരെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ വേണ്ടെന്നുള്ള കാര്യം നീ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് മാറി പോവാണ്. സച്ചിയുടെ ഭാവം എല്ലാം കൂടി കണ്ടിട്ട് മഹേഷിന് കാര്യമൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. സച്ചി പിന്നെ റോങ് ആവുമല്ലോ, അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പണം എടുക്കുന്നുണ്ട്. പണം എടുത്തെന്ന് കണ്ടതിന് ശേഷമാണ് കേട്ടോ സച്ചി അവിടുന്ന് കാറിൽ കയറി പോകുന്നത്. സച്ചി നേരെ അവിടുന്ന് ചെല്ലുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. രേവതിയുടെ കൈയും പിടിച്ചിട്ട് ടെറസിലേക്ക് വലിച്ചോണ്ട് പോവാണ് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്റെ കൈ വിളിച്ചോണ്ട് പോകുന്നതെന്ന്. മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നീ എന്താണ് വിചാരിച്ചോണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണേ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കും. നീ എന്തിനാ പോയിട്ട് മഹേഷിനെ കണ്ടത്? അത് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എന്തിനാ പോയി കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി കണ്ടു. അതാ ചോദിച്ചത് എന്തിനാണെന്ന്. നിങ്ങളടുത്ത് എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് മഹേഷിന്റെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിച്ചിട്ട് അവരെ പോയി കണ്ടത്. നിനക്കിപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കരുത്, നിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യരുത് എന്നുള്ള കാര്യമാണോ പറയാൻ വേണ്ടി പോയത്? നിനക്ക് ഒരു നാണോ ഇല്ല അതിന്? ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. മറ്റുള്ളവർ ഫംഗ്ഷൻ നടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെ തോന്നിയ പോലെ പൈസ ചെലവാക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയത്. അത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ തെറ്റ് തന്നെയാണ്. എല്ലാത്തിനും രേവതി ഒരു ലിമിറ്റ് ഉണ്ട്. നീ കുറച്ച് ഓവറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും നീ ആരാണ് അവനെ പോയി അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ ആരെയും അഡ്വൈസ് ചെയ്യാനൊന്നും പോയതല്ല. നമ്മൾ അറിയുന്ന ഒരാള് ആവശ്യമില്ലാത്ത പണം ചെലവാക്കിയിട്ട് അവസാനം കടത്തിലേക്ക് ആവുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ്. നീ ചുമ്മാ രേവതി ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കണ്ട. നിനക്കിപ്പോ നിന്റെ കാശ് പോരുത്, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ കാശ് പോരുതെന്ന് വിചാരിച്ചിട്ടല്ല, ആവശ്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് പോലും ചോദിക്കാതെ ഞാൻ കൊണ്ടുപോയിട്ട് പണം കൊടുത്തേനെ. അവരുടെ ആഘോഷത്തിന് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊടുക്കണോ? സ്വന്തം ജനിപ്പിച്ച അച്ഛന് വേണ്ടിയിട്ട് 60ാം പിറന്നാൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ച് തെറ്റായി പോയാൽ അത്രയ്ക്കും നിന്റെ തലയിൽ കയറിയിട്ട് നിൽക്കുന്നത് റൂം കെട്ടലല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതാണ് അത്യാവശ്യം. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നീ ഒറ്റൊരുത്തി കാരണമല്ലേ? നീയാണല്ലോ ധൃതി പിടിച്ചിട്ട് റൂം കെട്ടണമെന്ന് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞത്. നമ്മുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ കൊടുത്ത വാക്കാണ് മഹേഷിന്. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് കാശ് മേടിക്കരുതെന്ന് പറഞ്ഞു. ഞാന് അങ്ങനെ കാശ് മേടിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് ചെലവാക്കിയിട്ട് അവസാനം കടക്കാരനാവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് നീ എന്ത് പിണ്ണാക്കിനാ പറഞ്ഞെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ പണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. അത് വേണ്ട എന്നുള്ള കാര്യം പറയാനുള്ള റൈറ്റ് നിനക്കില്ല. അപ്പൊ ഭാര്യ എന്ന നിലയിൽ നിങ്ങളടുത്തൊന്നും പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല, അതല്ലേ പറഞ്ഞു വരുന്നത്? അതെല്ലാം വീട്ടില് കുടുംബത്തിനുള്ളിൽ. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് നീ വരണ്ട. നീ എന്റെ ലൈഫിലേക്ക് വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. എന്നാ
ഒരുപാട് നാളായിട്ട് എന്റെ കൂടെ ഉള്ളവനാണ് അവൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. 1 ലക്ഷം അവന് ആവശ്യമുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തോന്ന് രേവതി ചോദിക്കുമ്പോ കൊടുത്തു. അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു നോക്കി, പക്ഷെ ആരുടെടുത്തും കിട്ടിയില്ല. ഞാൻ ബാഗിൽ നിന്ന് എടുത്തു കൊടുത്തു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എടുത്തു കൊടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിക്ക് അതില് എന്റെ 50,000 ഞാൻ എടുത്തു കൊടുത്തു, നിന്റെ 50,000 അല്ലേ, അത് ഞാൻ ഉടനെ തന്നെ തരാം എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോ നിങ്ങൾ ആരെടുത്ത് ചോദിച്ചിട്ടാണ് എടുത്തു കൊടുത്തത്? അത് എടുത്തു കൊടുക്കുന്നതിന് മുമ്പ് എന്റെ അടുത്തൊരു വാക്ക് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഏട്ടൻ നിങ്ങളുടെ അച്ഛന്റെ പണം എടുത്തോണ്ട് ഓടിപ്പോയി. അവരെ നിങ്ങൾ കള്ളന്നല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാതെയാണ് പണം എടുത്തു കൊടുത്തത്. നിങ്ങളും നിങ്ങളുടെ ഏട്ടനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? അത് കേട്ട സച്ചി പോയടത്തുനിന്ന് വന്നിട്ട് നമ്മുടെ രേവതിക്കെതിരെ കയ്യൊങ്ങാണ് കേട്ടോ. എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ദേഷ്യം കൺട്രോൾ ആക്കിയിട്ട് കൈ താഴ്ത്തുന്നുണ്ട്. ഞാനും അവനും ഒന്നാണോ എന്ന് ചോദിക്കുകയാണെ. നീ അവനും എന്നെയും ചേർത്തിട്ട് ഒരുപോലെ സംസാരിച്ചു അല്ലേ ഛേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി